പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിപ്പിച്ചത് UDF എന്ന് രാജു എബ്രഹാം. പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല. BJP വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞെന്നും രാജു എബ്രഹാം പറഞ്ഞു. പ്രതീക്ഷിച്ച വോട്ടുകൾ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ ലഭിക്കാഞ്ഞതുകൊണ്ടാണല്ലോ പരാജയം ഉണ്ടായത്. അത് വരുന്ന ദിവസം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ ഞങ്ങൾ നടത്തും. അത് ഏതൊക്കെ ബൂത്തുകളിലാണ് കുറവുണ്ടായത്, ഏതൊക്കെ മേഖലകളിലാണ് കുറവുണ്ടായത് എന്നുള്ളതാണ് ഗൗരവത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അല്ല, ഇവിടെ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ ഗണ്യമായ കുറവാണ് BJPക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് എല്ലാം കൂടി കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ BJPക്ക് കുറഞ്ഞ വോട്ട് UDFന് പോയിട്ടുണ്ടോ, UDFന് വന്ന കുറവ് BJP വോട്ടിനാൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിശോധന നടത്താതെ നമുക്ക് പറയാൻ കഴിയില്ല. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വലിയ വിമർശനമാണ് ഡോക്ടർ TM തോമസ് ഐസക് ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ അവിടെ നിൽക്കെ തന്നെയാണ് ഈ ഒരു വിശദീകരണം രാജു എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. BJP വോട്ടുകളാണ് പ്രശ്നമായത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ തോൽവിയുടെ കാരണത്തിന് കൃത്യമായ ഒരു മറുപടി ആകുന്നുണ്ടോ, അതിൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ സംതൃപ്തരാകുമോ? ഒരിക്കലുമില്ല ക്രിസ്റ്റീന. കാരണം ഏതാണ്ട് 30,000-ലധികം വരുന്ന വോട്ടുകളുടെ കൃത്യമായ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കൃത്യമായ രീതിയിൽ പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടിയുടെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുമാണ്. ആ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമാണ്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തെ അനുകൂലിച്ച് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ഒരു പരസ്യം കൃത്യമായ രീതിയിൽ ആ പരസ്യവാചകം വെച്ച് രാജു എബ്രഹാമിൻ്റെ ഫോട്ടോ വെച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം ഇടുന്നൊരു സാഹചര്യം ഉണ്ട്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അതിന് തെളിവായി ഈ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പോസ്റ്റ് വരുന്നു. അപ്പോഴാണ് ഇന്ന് ഒരു ഏരിയ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നത്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഏരിയ കമ്മിറ്റി അംഗമടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നോടിയായാണ് കൃത്യമായ രീതിയിലൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയത്. താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിപ്പിച്ചത് ഒരുപക്ഷെ UDF ക്യാമ്പായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJP വോട്ടുകൾ അത് പത്തനംതിട്ടയിലെ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പരാജയ കാരണം അന്വേഷിക്കുമ്പോൾ CPIM നേതാക്കൾക്ക്, പത്തനംതിട്ടയിലെ നേതാക്കൾക്ക് അതിന് വിശദീകരണം നൽകാൻ തലപുകയ്ക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.